നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത 17 കയ്പമംഗലം 3 പീടികയിൽ വാഹനാപകടത്തിൽ 3 പേർക്ക് പരിക്ക്. CPI വില്ലേജ് ഓഫീസ് ഉപരോധത്തിന് മുന്നോടിയായി കയ്പമംഗലത്ത് കാൽനട പ്രചരണ ജാഥ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിൽ 3ാം താളപ്പൊലിക്ക് വാർത്തകൾ വിശദമായി. 3 പീടികയിൽ വാഹനാപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. പെരിഞ്ഞനം ഫാത്തിമ ക്വാർട്ടേഴ്സിൽ താമസക്കാരായ കുഞ്ഞുമോന്റെ ഭാര്യ ശോഭന, മകൻ ലിതിൻ, കാളമുറി വലിയ പറമ്പിൽ സന്തോഷിന്റെ മകൾ പ്രിയങ്ക എന്നിവർക്കാണ്. ഇന്ന് രാവിലെ 10 മണിക്കായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന പ്രിയങ്കയെ ലിതിൻ ഓടിച്ചിരുന്ന ബൈക്ക് ഇടിക്കുകയും ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ ലിതിൻ ഓടിക്കൊണ്ടിരുന്ന കാറിനടിയിൽ പെടുകയുമായിരുന്നു. പരിക്കേറ്റവരെ എക്സ് പ്രവർത്തകർ എത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവമറിഞ്ഞ് മതിലകം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 22-ന് CPI നടത്തുന്ന വില്ലേജ് ഓഫീസ് ഉപരോധത്തിന് മുന്നോടിയായി കയ്പമംഗലത്ത് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വഴിയമ്പലം ഈസ്റ്റിൽ നിന്ന് ആരംഭിച്ച ജാഥ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിനിടയിൽ 1 കിലോ അരിയുടെ വില 48 രൂപയായി വർദ്ധിച്ച സാഹചര്യം ഉണ്ടായിട്ടില്ല. അരിക്ക് മാത്രമല്ല, പലചരക്ക് സാധനങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളെയും വില വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന സാധനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഡീസലിന്റെ വില വർദ്ധിച്ചു. പെട്രോളിയത്തിന്റെ വില ഇന്നും 35 പൈസ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഗവൺമെന്റ്. കഴിഞ്ഞ ദിവസം 21-ാം തീയതി മുതൽ ട്രെയിൻ ചാർജ് ഇരട്ടിയിലധികമായി പല സെക്ടറിലും ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ബസ് ചാർജ് വർദ്ധിപ്പിച്ചു, ഓട്ടോറിക്ഷ ചാർജ് വർദ്ധിപ്പിച്ചു, ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു. അതിനു പുറമെ വെള്ളക്കരം വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഇതാ വീണ്ടും കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ നാട്ടിലെ വീട്ടമ്മമാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുക്കിംഗ് ഗ്യാസിന്റെ സബ്സിഡി പിൻവലിച്ചു. 1200 രൂപയാക്കി കുക്കിംഗ് ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അഡ്വക്കേറ്റ് PK പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി EK സിദ്ധാർത്ഥൻ, ജാഥ ക്യാപ്റ്റൻ VR ഷൈൻ, വൈസ് ക്യാപ്റ്റൻ SM ജീവൻ, ഡയറക്ടർ MD സുരേഷ്, PM നൂർദീൻ, ബീന രമേശ് എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. വൈകിട്ട് കൂരിക്കുഴി 18 മുറിയിൽ നടന്ന സമാപന സമ്മേളനം മുൻ മന്ത്രി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരാഴ്ചക്കാലം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഏകദേശം 800-ലേറെ ജാഥകൾ, കാൽനട പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ പഞ്ചായത്തുകളിലും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കൾ പങ്കെടുക്കുന്ന രാഷ്ട്രീയ പ്രചരണ ജാഥകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഹോദരി രവീന്ദ്രൻ തിരുവനന്തപുരം നഗരത്തിൽ ഒരു ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്കൽ സെക്രട്ടറി നയിക്കുന്ന ജാഥയിൽ ഒരംഗമായി ഒരു ദിവസം പൂർണ്ണമായി പങ്കെടുക്കുന്നു. പാർട്ടിയുടെ എല്ലാ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാർ, അതുപോലെ എല്ലാ സഖാക്കളും ഈ ജാഥയിൽ പങ്കെടുക്കുന്നതിലൂടെ നാട്ടിക ഈയാനി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് വ്യാഴാഴ്ച മുതൽ തുടക്കമാവുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച പൊങ്കാല ആഘോഷിക്കും. വൈകിട്ട് കൊടിയേറ്റം നടക്കും. 19-ന് കളമെഴുത്തുപാട്ട്, 22-ന് വൈകുന്നേരം കാൽപ്പാത്തി ബാലകൃഷ്ണൻ ഇരട്ടത്തായമ്പക അവതരിപ്പിക്കും. 23-ന് വൈകിട്ട് 3-ന് 9 ആനകൾ പങ്കെടുക്കുന്ന കാഴ്ചശീവേലിക്ക് 100 മേളവിദഗ്ധർ പങ്കെടുക്കുന്ന പഞ്ചവാദ്യം, ചെണ്ടമേളം എന്നിവയും ഉണ്ടാകും. 24-ന് ആറാട്ട് നടക്കും. വൈകിട്ട് നടക്കുന്ന സാംബവ നൃത്തത്തോടെ ഉത്സവ പരിപാടികൾ സമാപിക്കും. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിൽ ദൃശ്യമാധ്യമ സംവിധാനവും സംഗീതവും ഏർപ്പെടുത്തി. VR വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പഞ്ചായത്തിൽ 100-ദിന പരിപാടി ഇത്രയും നല്ല നിലയിൽ 7ാമത്തെ ദിവസമാണ് നടക്കുന്നത്. ഈ പരിപാടി ഇവിടെ വരുമ്പോൾ കാണുവാനും ആളുകൾക്ക് വളരെ ഓഫീസിൽ വരുന്ന ആളുകൾ
വളരെ സന്തോഷകരമായി ഇതും നമ്മൾ കാണുവാനുള്ള ഒരു സൗകര്യം ഇവിടെ കുറവാണെങ്കിൽ പോലും ഇവിടെ വന്ന് പോകുന്ന ആളുകൾക്ക് ടി വി ഇന്നിപ്പം എൻ്റെ പഴയ കാലത്തൊക്കെ ഓർമ്മിക്കുമ്പോൾ നമ്മൾ പഞ്ചായത്തുകളിൽ റേഡിയോ ഉണ്ടായിരുന്ന പോലെ തന്നെ ഇന്നിപ്പോൾ നമ്മൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്തിൽ വരുന്ന ആളുകൾക്ക് കാണുവാനും ഈ നാട്ടിലെ ആളുകൾക്ക് ഈ പരിപാടി വളരെ നല്ല നിലയിൽ നമ്മൾ 7ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ഇത് കൊണ്ടാടുന്നത്. എന്തായാലും ഓഫീസിൽ ഇവിടെ എത്തിച്ചേർന്ന MV വിമൽകുമാർ അധ്യക്ഷത വഹിച്ചു. ലിജി നിതിൻ, PK ബാബു, BK ജനാർദ്ദനൻ, PM സിദ്ദിഖ്, PSP നസീർ എന്നിവർ സംസാരിച്ചു. വെള്ളിയാഴ്ച സൗജന്യ കരിയർ ഗൈഡൻസ് ബ്യൂറോ എന്ന പദ്ധതി നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ വെച്ച് തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക് പ്രിൻസിപ്പൽ സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ കയ്പമംഗലം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. അസിസ്റ്റന്റ് എഞ്ചിനീയർ അബീഷ് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മോഹനൻ എന്നിവർ ക്ലാസ് എടുത്തു. ഊർജ്ജ സംരക്ഷണ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും സ്കൂളിന് ട്രോഫിയും നൽകി. നാട്ടിക ബീച്ച് ചളിങ്ങാട് കുടുംബക്ഷേത്രത്തിലെ അഷ്ടമംഗല്യ പ്രശ്നം വ്യാഴാഴ്ച നടക്കും. രാവിലെ 8 മുതൽ ക്ഷേത്രമംഗണത്തിൽ മറ്റം ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ അഷ്ടമംഗല്യ പ്രശ്നം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇനിയൊരു ഇടവേള.